ഉത്തരവ് ആവർത്തിക്കാനാവില്ല എന്നാണ് SBIയോട് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് കാര്യങ്ങൾ മറയ്ക്കുന്നു എന്നുള്ള ചോദ്യം കോടതി ഇന്ന് ചോദിക്കുന്നു. അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അന്ത്യശാസനം SBIക്ക് അനുസരിക്കേണ്ടി വരില്ലേ? അതെ, നമുക്കിന്ന് മനസ്സിലാകുന്ന പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവണം. ഈ ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്ന കാര്യത്തിൽ SBIക്ക് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആ സമയത്ത് ഞങ്ങൾക്ക് ഇപ്പം പാർട്ടിക്ക് വരുന്നവർക്ക് അറിയില്ല. അനോണിമസ് ബോണ്ടാണ്. അപ്പം ഏത് കമ്പനിയാണ് പാർട്ടിക്ക് കൊടുക്കുന്നത്, ഏത് പാർട്ടിക്ക് കൊടുക്കുന്നത് ആർക്കും അറിയില്ല, പാർട്ടിക്ക് അറിയില്ല, ജനങ്ങൾക്കറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ഇതിലെ മുഖ്യ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ SBIക്ക് അറിഞ്ഞ സമയത്ത് SBI ഈ ഇൻഫർമേഷൻ ഈ കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ എനിക്ക് അറിയുന്നതെന്ന് പറയുന്നത്, എന്നോട് തന്നെ കുറേ ബിസിനസ്സുകാർ പറഞ്ഞിട്ടുണ്ട്, ക്ഷമ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല, ഞങ്ങൾ തരുമ്പം കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങൾക്ക് കോൾ വരാം, ED IT അങ്ങനെയുള്ള കോൾ വരാം, ചിലപ്പോൾ അജിത് ദോവാലിൻ്റെ കോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് തരാം എന്നേരം SBI അറിയുമ്പം ഉടനെ ഇവരറിയും, കേന്ദ്ര സർക്കാർ വിളിച്ച് പറയും ഇനിയാ മറ്റും നിങ്ങൾ കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നടപടിയെടുക്കും. നമ്മൾ അവരെ പേടിപ്പിക്കും, ED അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പം ഇത് SBI എന്തുകൊണ്ട് കൊടുക്കുന്നത്? ഇപ്പം SBI എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയല്ല. ഇപ്പം SBI എന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അംഗമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാർ കൺട്രോൾ ചെയ്യാന്ന് ഞങ്ങൾ പറയാ. ഇന്ന് ആക്ച്വലി ജസ്റ്റിസ് ചന്ദ്രചൂഡ് മുകുൾ റോഹ്താഗിനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് വരാൻ പറ്റാ, ഞങ്ങൾ പറഞ്ഞ കാര്യം നമ്മളൊരു ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് നമുക്കിപ്പം പറ്റില്ല എന്ന് ക്ലിയറായിട്ട് ഇന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നു, അവരാദ്യം പറഞ്ഞു അനോണിമസ് എത്രയും പൈസ പുറത്തുനിന്ന് വരാൻ പറ്റും എല്ലാം ചെയ്തതിന് ശേഷം, അറ്റ്ലീസ്റ്റ് ഇപ്പം സുപ്രീം കോർട്ടിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം അവർ പറയണം അന്നേരം SBI എന്താ ആരായിരിക്കും കൊടുത്ത് നമുക്ക് പ്രശ്നമില്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല, എല്ലാം പുറത്ത് വരണമെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രൽ ബോണ്ട്സ് വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയെ ആദ്യം പറഞ്ഞത് വരണം എന്ന് പറയുമ്പോഴും ചില പാർട്ടികളെങ്കിലും ആരൊക്കെയാണ് ഞങ്ങൾക്ക് തന്നത് എന്ന കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ടല്ലോ. 5 പാർട്ടികൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. DMK, AIDMK, AAP, NCP, JDS ഇവരൊക്കെ തന്നെ അവർക്ക് ആരൊക്കെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്? ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇതിൽ ആത്യന്തികമായി സുതാര്യതയില്ല എന്നുള്ളതാണല്ലോ കോടതിയുടെ കണ്ടെത്തൽ. സുതാര്യതയില്ല എന്ന് പറയുമ്പോൾ സുതാര്യമാക്കാൻ നിങ്ങൾ കൂടി ശ്രമിക്കേണ്ടതല്ലേ? അപ്പോൾ BJPയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, BJPക്ക് കൂടുതൽ പണം കിട്ടിയിരിക്കുന്നു, പണം കിട്ടിയ ശേഷം ഈ അന്വേഷണ ഏജൻസികളുടെ വേട്ട അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു പ്രധാന ഘടകമുണ്ട്. അപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല? അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഞങ്ങൾക്കൊരു ക്വിഡ് പ്രോക്കോ ഇല്ല ഇതിൽ. നമുക്ക് ഒരാൾ നമുക്ക് പൈസ നമുക്ക് പോളിസീസ് മാറ്റാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത് ED ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഞങ്ങളെ കീഴിലല്ല. അവരാണ് അത് യൂസ് ചെയ്തിട്ട് പറയുന്നത്, നിങ്ങൾ ഈ സമയത്ത് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ EDനെ അയക്കും, അല്ലെങ്കിൽ EDനെ അയച്ചതിൻ്റെ ശേഷം അവർക്ക് തന്ന ഞങ്ങൾക്ക് 3 കമ്പനീസിൻ്റെ പൈസ ഉണ്ട്. അത് നമുക്ക് വേദാന്ത എന്ന് പറയുന്നത് അവിടെ ED അയച്ചതിൻ്റെ ശേഷം അവർക്ക് ഇതാക്കി കൊടുത്തു. മെഗാ എൻ്റർപ്രൈസസ് ED അയച്ചതിൻ്റെ ശേഷം അവർ 100 കോടി പണം ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് തെളിവുണ്ട് ഇപ്പം അവരെ പറ്റിയിട്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്വിഡ് പ്രോക്കോ ഇല്ല. നിങ്ങൾ ചോദിച്ചു അവിടെ DMK പറഞ്ഞു, ADMK പറഞ്ഞു. അപ്പം ഇത് അധികം കാണുന്നത് റീജിയണൽ പാർട്ടീസ്. അവരെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കുറച്ചാവുള്ളൂ, ആ സംസ്ഥാനത്തിൻ്റെ മാത്രം. ഞങ്ങൾക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തിനും എത്ര കിട്ടിയെന്നല്ല നമുക്ക് കാൽക്കുലേറ്റ്, നമ്മൾ പറഞ്ഞില്ല ചെയ്തു തരില്ല, ചെയ്യും. അപ്പം ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളത് ടാലി ചെയ്തിട്ട് എന്താ എവിടെയാന്ന് നോക്കിയിട്ട് ഞങ്ങളും റിലീസ് ചെയ്യും. പക്ഷേ അതിൻ്റെ മുമ്പേ ഇന്ന് SBIനോട് പറഞ്ഞിരിക്കുക ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്, നിങ്ങൾ ആൽഫ ന്യൂമറിക്കൽ നമ്പർ എത്രയും വേഗം പുറത്താക്കണം. ഞങ്ങളും പറയാം. അപ്പോൾ അതിലാകുമ്പോൾ നമുക്കും പറയേണ്ട, അത് പുറത്ത് വരുമ്പോൾ എല്ലാവരും SBI പറയുമ്പോൾ പാർട്ടിക്ക് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് SBI കറക്റ്റായിട്ട് പറയും ഈ പാർട്ടിക്ക് ഈ കമ്പനിയാണ് കൊടുത്തത്. ഒരു ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ 2018 തൊട്ട് 2019 SBI റിലീസ് ചെയ്തിട്ടില്ല ആദ്യം എത്ര ബോണ്ട്സ് കൊടുത്തു എന്ന്. അതിൽ നമുക്ക് മനസ്സിലാകുന്ന 2018 to 2019 വരെ BJPക്ക് 3941 കോടിയാണ് കിട്ടിയത് ആ ഒരു കൊല്ലം. പക്ഷേ 2019 മാർച്ച് ഏപ്രിൽ മെയ്യിൽ അവർ റിഡീം ചെയ്തത് 3000 കോടിയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എത്രയാണ് ഇലക്ഷൻ്റെ സമയത്ത് അവർ ഉപയോഗിച്ചതും എങ്ങനെയാണ് ഈ പൈസ അവരെ ഇലക്ഷൻ്റെ സമയത്ത് സഹായിച്ചത്. ഇപ്പം തന്നെ 7 ഫേസിലാക്കുന്നത് അവർ ഇലക്ഷൻ. അപ്പം അവരാ പറയുന്നത് 1 നേഷൻ 1 പോൾ, ഒരു ഇലക്ഷൻ ഒരു പോൾ. നമുക്ക് അതിലേക്ക് വരാം, തെരഞ്ഞെടുപ്പും പറയാം. പറയാറ് അല്ല ഇത് കണക്റ്റഡാ അല്ല സ്മൃതി.
ഇത് കണക്റ്റഡാ, അതാ ഞാൻ പറയുന്നത്, ഇത് കണക്റ്റഡ്. അപ്പം അതിന്റെ കാണിക്കുന്നത് പറഞ്ഞാൽ പൈസയുടെ ഉപയോഗം എങ്ങനെ ഉണ്ടാവും 7 ഫേസസിൽ. അതിനാണ് അവർ ചെയ്യുന്നത്. അവരടുത്ത് പണം ഉണ്ട്, അവരത് ഉപയോഗിച്ചിട്ട് ഇത് 7 ഫേസ് ആക്കി. അവർ ഒരു വൺ പോൾ, വൺ നേഷൻ, വൺ പോൾ ആക്കുന്നെങ്കിൽ അവർ ഒരു ഫേസോ അല്ലെങ്കിൽ 4 ഫേസിൽ അവർ തീർക്കണം. 2009 നമ്മൾ 4 ഫേസിൽ തീർത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് UPA സർക്കാർ. അപ്പൊ ഇതെന്തിനാ 7 ഫേസ് നിങ്ങൾ ആക്കുന്നത്? അപ്പൊ ഞാൻ ആ പണത്തിന്റെ കണക്ഷൻ കാണിക്കുക ഇവിടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.